ബെഞ്ചമിൻ നെതന്യാഹുവിനെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യുന്ന പോസ്റ്റിനെ പിന്തുണച്ച UN ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ഇസ്രായേൽ വിമർശനം. UN മനുഷ്യാവകാശ പ്രവർത്തകയും ഉദ്യോഗസ്ഥയുമായ ഫ്രാൻസെസ്ക ആൽബിനീസിന് നേരെയാണ് ജൂതവിരുദ്ധ എന്ന വിമർശനവുമായി ഇസ്രായേൽ രംഗത്ത് വന്നത്. പലസ്തീൻ മേഖലകളിലെ UN യോഗ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് ആൽബനീസ്. ആൾക്കൂട്ടത്തിനു നടുവിൽ നിൽക്കുന്ന ഹിറ്റ്ലറിന്റെ ചിത്രവും നെതന്യാഹുവിന്റെ മറ്റൊരു ചിത്രവും ചേർത്ത് സമൂഹ മാധ്യമമായ എക്സിൽ മുൻ UN മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനായിരുന്ന ക്രെയ്ഗ് മോക്കിബർ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ആൽബനീസ് പ്രതികരണം രേഖപ്പെടുത്തിയത്. ഇതാണ് ഇന്ന് ഞാൻ ചിന്തിച്ചത് എന്നായിരുന്നു ആൽബനീസിന്റെ കമന്റ്. ഗാസയിലെ വംശീയ അധിനിവേശത്തിൽ മനംമടുത്തും UNനെതിരെ വിമർശനം ഉന്നയിച്ചും ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ രാജിവെച്ചയാളാണ് ക്രെയ്ഗ് മോക്കിബർ. സംഭവം പ്രചരിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരണവുമായി രംഗത്തു വന്നു. പൊറുക്കാനാവുന്നതിലും അപ്പുറത്ത് ഉള്ള കാര്യമാണിതെന്നും ജൂതവിരുദ്ധത പ്രോത്സാഹിപ്പിക്കാൻ UNനെ സുരക്ഷാ കവചമാക്കി മാറ്റുകയാണ് ആൽബനീസ് എന്നും മന്ത്രാലയം കുറ്റപ്പെടുത്തി. UNലെ ഇസ്രായേൽ മിഷൻ പ്രതിനിധികൾ ആൽബനീസിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഇത്തരം പ്രതികരണത്തെ അംഗീകരിക്കുന്നത് UNന്റെ കാതിൽ തന്നെ ദ്രവിച്ചെന്ന് ഉറപ്പാക്കുന്നതാണ് എന്നും വിമർശിച്ചു. ആൽബനീസ് തന്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇസ്രായേലിന്റെ ജനീവ അംബാസിഡർ കുറ്റപ്പെടുത്തി. 2022 ആൽബനീസ് UN മനുഷ്യാവകാശ കൌൺസിലിൽ നിയമിതയായത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ മാർച്ചിൽ ആൽബനീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ഇതിലും വിമർശനം നേരിട്ടിരുന്നു ആൽബനീസ്. അതേസമയം വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് മൗനം പാലിച്ചും ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി US കോൺഗ്രസിന് മുൻപാകെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗം നടത്തിയിരുന്നു. തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരുന്നവരെ രൂക്ഷമായി അധിക്ഷേപിക്കാനും നെതന്യാഹു മറന്നില്ല. ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിഡ്ഢികളെന്നും ടെഹ്റാന്റെ ഫണ്ട് സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭകരെ നെതന്യാഹു വിമർശിച്ചു. 50ഓളം ഡെമോക്രാറ്റ് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉൾപ്പെടെയുള്ളവരും വിട്ടുനിന്നു. യുദ്ധക്കുറ്റവാളിയെ ആദരിച്ച നടപടി ലജ്ജാകരമെന്നും ചില ഡെമോക്രാറ്റ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. US കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങൾ നെതന്യാഹുവിനും ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധിച്ചു. 5 പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം എത്തുമെന്നാണ് സൂചന. താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന് നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തെക്കൻ ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 121 പേർ കൊല്ലപ്പെട്ടു. നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രായേലിലെ ദ്രൂസ് ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഭീകരർ നടത്തിയ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് വൈറ്റ് ഹൌസും രംഗത്തുണ്ട്. ഫുട്ബോൾ മൈതാനത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ദാരുണമായ സംഭവമെന്നാണ് വൈറ്റ് ഹൌസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനുള്ള തങ്ങളുടെ പിന്തുണ ഉറച്ചതാണെന്നും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലബനൻ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അറിയിച്ചു. ലബനനിൽ നിന്നാണ് ഹിസ്ബുള്ള ഭീകരർ ആക്രമണം നടത്തിയത്. 10നും 20നും ഇടയിൽ പ്രായമുള്ളവരാണ് കൊല്ലപ്പെട്ടവർ എന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇനി നേരിടേണ്ടി വരിക എന്നും ഡാനിയൽ ഹഗാരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.